ദൈവികമായ രക്ഷയും കരുണയും നമ്മുടെ പേരുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻ-നിസാഹ് വചനം 24. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽമുഹ്സിനാത്ത് മിനൻ നിസാഇ ഇല്ലാ മാ മലകത് അയ്മാനികും കിതാബല്ലാഹി അലൈക്കും وَأُحِلَّ لَكُم مَّا رَوَاهَ ذَلِكُمْ أَن تَبْتَغُوا بِأَمْوَالِكُم مُّحْسِنِينَ غَيْرَ مُسَافِحِينَ وَمَا اسْتَمْتَعْتُم بِهِ مِنْهُنَّ فَآتُوهُنَّ أُجُورَهُنَّ فَرِيضَةً ولا جناح عليكم فيما تراضيتم به من بعد الفريضة إن الله كان حليما حكيما. മറ്റുള്ളവരുടെ വിവാഹബദ്ധത്തിലിരിക്കുന്ന സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയ ഒരു അടിമ സ്ത്രീകൾ ഒഴികെ നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ നിയമമത്രേ ഇത്. അതിനപ്പുറമുള്ള സ്ത്രീകളുമായി നിങ്ങളുടെ ധനം മഹറായി നൽകിക്കൊണ്ട് നിങ്ങൾ വിവാഹബന്ധം തേടുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വൈവാഹിക ജീവിതം ലക്ഷ്യമാക്കുന്നവരായിരിക്കണം. നീചവൃത്തി ആഗ്രഹിക്കുന്നവരാകരുത്. അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾ വല്ല സുഖവും അനുഭവിച്ചാൽ അവർക്കുള്ള വിവാഹമൂല്യം ഒരു ബാധ്യത എന്ന നിലയിൽ നിങ്ങൾ നൽകേണ്ടതാണ്. ബാധ്യത വിവാഹമൂല്യം നിശ്ചയിച്ചതിന് ശേഷം നിങ്ങൾ അന്യോന്യം തൃപ്തിപ്പെട്ട് വല്ല വിട്ടുവീഴ്ചയും ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു.